ഒരു യുക്തിവാദി, നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരാണ് കടന്നു വരുന്നത്? മതത്തെയും, മതാധിപത്യത്തെയും, മതരാഷ്ട്രങ്ങളെയും എല്ലാം എതിർക്കുന്ന ഒരാളാണ് ഒരു യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി, മതരഹിതൻ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള നിരീശ്വരവാദികൾ, പ്രത്യേകിച്ച് നവനാസ്തികർ കുറച്ച് കാലമായി ഒരു മതരാഷ്ട്രത്തെ ന്യായീകരിക്കാൻ അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സി രവിചന്ദ്രൻ, അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഒരു മതരാഷ്ട്രത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു രക്തസാക്ഷിത്വം വരിക്കോ എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഒരു വൈരുദ്ധ്യം നമ്മൾ കാണാൻ, ഒരു ഭാഗത്ത് ഞങ്ങൾ മതത്തിനെതിരാണ്, മതാധിപത്യത്തിനെതിരാണ് എന്ന് പറയുകയും, മറുഭാഗത്ത് ഒരു മതരാഷ്ട്രത്തിന്, ഒരു മതത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തെ, അത് കേവലം ഒരു മതരാഷ്ട്രമല്ല, അതിന്റെ പേരിൽ ഭീകരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തീവ്രവാദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ആക്രമണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ, ഒരു രാജ്യത്തെ, മതരാജ്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള നിരീശ്വരവാദികൾ, പ്രത്യേകിച്ചും സി രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മതരാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഒരു നിരീശ്വരവാദിയുടെ ന്യായീകരണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ വസ്തുത എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ പൊതുവിൽ തന്നെ ഈ സയനിസ്റ്റ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന തീവ്രവാദികൾക്ക് പൊതുവിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഒരു രോഗം സി രവീന്ദ്രനെയും ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രീ ഒക്ടോബർ 7 അംനേഷ്യ എന്നാണ് നമ്മളിപ്പോൾ അതിന് തൽക്കാലം പേരിടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒക്ടോബർ 7 മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധപൂർവമായൊരു മറവി ഇവർക്ക് എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. ഇവർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഒക്ടോബർ 2023 ഒക്ടോബർ 7 ചരിത്രം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒക്ടോബർ 7 ആണ് എന്ന രൂപത്തിലാണ് ഇവർ പൊതുവിൽ സംസാരിക്കാറുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ രവീന്ദ്രനും സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ സമയത്ത് ഇസ്രായേലിന് വേണ്ടി, ആ വംശഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി സംസാരിക്കുന്നിടത്തെല്ലാം ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്ന് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഒക്ടോബർ 7 എന്താണ് സംഭവിച്ചത്, അതിനു മുമ്പ് ഗാസയിലുള്ള ഫലസ്തീനികളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് ഇപ്പോൾ ഈ വംശഹത്യയെ ന്യായീകരിക്കുന്ന കൂട്ടത്തിൽ, ഈ സയനിസ്റ്റ് തീവ്രവാദികളുടെ വാദം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ആ വാദം നമുക്ക് കേൾക്കാം. ലാസ്റ്റ് സ്ലൈഡാണ് ഇത്. ഹിന്ദുവിൽ വന്ന റിപ്പോർട്ടാണ്. 2022 as early as 2022 more than 1.5 lakhs Palestinian were working in Israel. 1.5 ലക്ഷം പാലസ്തീനിയൻ ആണ് ഇസ്രായേൽ വർക്ക് ചെയ്യുന്നത് 2022 വരെ. അവരവിടെ ജോലി ചെയ്യാൻ പോവാണ്, ശമ്പളം വാങ്ങിച്ച് തിരിച്ചു വരികയാണ്. മനസ്സിലായല്ലോ? 80% ഓഫ് ഓൾ എക്സ്പോർട്ട് വെൻ ടു ഇസ്രായേൽ. ഗാസയിലായാലും വെസ്റ്റ് ബാങ്കിലായാലും ഉണ്ടാകുന്ന ഉത്പാദനത്തിന്റെ 80% എക്സ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിലാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ 60% ഗാസാസ് ഇലക്ട്രിസിറ്റി സപ്ലൈസ് ഇമ്പോർട്ട് ഫ്രം ഇസ്രായേൽ. 60% ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇസ്രായേലിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻ ഗാസ 80% ഓഫ് ദ പീപ്പിൾ ഡിപെൻഡ് ഓൺ ഇന്റർനാഷണൽ അസിസ്റ്റൻസ്. അത് കഴിഞ്ഞാൽ 80% ആളുകൾ ഇന്റർനാഷണൽ അസിസ്റ്റൻസിലാണ്. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്നത്, ഗാസൻസ് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് സഹകരിച്ച് വ്യാപാരം നടത്തി, ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തി ജോലി ചെയ്യാൻ പോയാണ് അവിടെ ജീവിക്കുന്നത്. ആ മനുഷ്യരുടെ ഇടയിലേക്കാണ് ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു സംഗതി വന്നത്. അല്ല, അവരിങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ ഈ പറയുന്ന വാട്ടം നമ്മൾ പറയുന്ന കണ്ട ഉടനെ കടിച്ചിരുന്ന രീതിയിലല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 7 മുമ്പ് അവിടെ ഭയങ്കരമായൊരു സൗഹാർദ്ദമായിരുന്നു. ഇസ്രയേലികളും ഫലസ്തീനികളും തമ്മിൽ പരസ്പരം സഹകരിച്ച് വളരെ നല്ല രൂപത്തിൽ, അദ്ദേഹം പറയുന്നത് കേട്ടത് വല്ല അടയും ചക്കരയും എന്നൊക്കെ പറയുന്ന പോലെ അത്രയും നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അത്രയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന രൂപത്തിൽ അത്രയും സ്നേഹത്തിലായിരുന്നു ഫലസ്തീനികളും ഇസ്രയേലും. എന്തിനൊന്ന് സംഭവിച്ചു, പെട്ടെന്നൊരു ഒക്ടോബർ 7 സംഭവിച്ചു. അതോടുകൂടി മൊത്തത്തിൽ ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന രൂപത്തിലാണ് ഈ പ്രീ ഒക്ടോബർ 7 അംനേഷ്യ ബാധിച്ചിട്ടുള്ള സയനിസ്റ്റ് തീവ്രവാദികൾ അതേ ന്യായം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് കേവലം ചരിത്രത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടല്ലാതെ, അല്ലെങ്കിൽ ഈ ഒക്ടോബർ 7 മുമ്പ് ജീവിച്ച ആളുകൾക്കൊന്നും ഒരു തരത്തിലുള്ള ബോധവുമില്ല എന്ന് പറയുന്ന രൂപത്തിലല്ലാതെ ഈ ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. കാരണം എന്താ ചോദിച്ചാൽ, ഇത് ഒക്ടോബർ 7 തുടങ്ങുന്നത്, മറിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പേ തുടങ്ങിയിട്ടുള്ള ചില പ്ലാനിങ്ങുകളും അതിന്റെ ഭാഗമായിട്ടുള്ള ബോധപൂർവമായ കുടിയേറ്റങ്ങളും അതിനെ തുടർന്നുള്ള തീവ്രവാദ സംഘടനകളും, ഹെഗാന, ഇർഗുൻ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ രൂപീകരണവും അതിനെ തുടർന്നുണ്ടാകുന്ന UN-ന്റെ ഇടപെടലുകളും, അങ്ങനെയുള്ള ഒരുപാട് വലിയ വർഷങ്ങളുടെ, അല്ല വേണമെങ്കിൽ പിന്നെ ഒരു നൂറ്റാണ്ടോളമുള്ള ചരിത്രം യഥാർത്ഥത്തിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ പിന്നിലുണ്ട്. ആ ചരിത്രത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ മൊത്തം വിസ്മരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയാണ് ഒക്ടോബർ 7 ഇത് തുടങ്ങിയത്, അതുവരെ അവർ അടയും ചക്കരയും പോലെ അത്രയും നല്ല സ്നേഹത്തിലായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ ഇതിന് വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് ഈ വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ട് ഈ അടുത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒക്ടോബർ 7 ഇതെല്ലാം തുടങ്ങിയത്, അതിനു മുമ്പ് അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം തന്നെ ഒക്ടോബർ 7
ഹമാസിന്റെ ആക്രമണം ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ചെയ്തൊരു ലൈവ് ഉണ്ടായിരുന്നു. ഒക്ടോബർ 9 തീയതിയാണ് ആ ലൈവ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ വംശഹത്യയുടെ ഈ ന്യായങ്ങളൊന്നും സയനിസ്റ്റ് തീവ്രവാദികൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് അന്നുണ്ടായിരുന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഒക്ടോബർ 7 എന്തായിരുന്നു അവിടെയുള്ള അവസ്ഥ, എന്തായിരുന്നു ഗാസയുടെ അവസ്ഥ? ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെയധികം പിന്നെ ഫലസ്തീനികൾ അങ്ങോട്ടേക്ക് പോകുന്നു, ഇങ്ങോട്ടേക്ക് പോകുന്നു, വളരെ സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാം ജീവിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം തന്നെ ഒക്ടോബർ 9 തീയതി പറഞ്ഞ കാര്യം കൃത്യമായി എന്താണ് ഒക്ടോബർ 7 ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഭാഗം നമുക്ക് കേൾക്കാം. അവരുടെ ജീവിതം ഏതാണ്ട് വല്ലാത്തൊരു തുറന്ന ജയിൽ പോലെയാണ് ഗാസ ഉള്ളത്. സമുദ്രമാർഗത്തായാലും എയർ ആയാലും കരയായാലും അവർക്ക് പുറത്തേക്ക് ബന്ധപ്പെടാനോ ഒന്നും കഴിയില്ല. അതൊരു ഇസ്രായേൽ അധിനിവേശ പ്രദേശം തന്നെയാണ് ഗാസ. ഇത്രയധികം ജനസംഖ്യ, വലിയൊരു ജനസംഖ്യ, 20 ലക്ഷത്തോളം വരുന്ന ഒരു ജനസംഖ്യ അവിടെയുണ്ട്. അവരുടെ മുഴുവൻ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ എക്കോണമി ആയാലും എല്ലാം തന്നെ വളർച്ച മുരടിച്ച അവസ്ഥയിലാണ്. ഇസ്രായേലിൽ അവിടെ നിന്ന് ഒക്യുപ്പേഷൻസ് ഒക്കെ 2005 ഒഴിഞ്ഞു പോയിട്ടുണ്ട്. 2500 കുടുംബങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇസ്രായേലിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അധിനിവേശം അവിടെ ഏതാണ്ട് സമ്പൂർണ്ണമാണ്. പിന്നെ മാത്രമല്ല വളരെ ചെറിയൊരു സ്ഥലമാണ്, നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു 2 താലൂക്ക് ചേരുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. മെഡിറ്ററേനിയൻ സീയും ഇപ്പുറത്ത് സിനായ് പെനിൻസുലയും ഇപ്പുറത്ത് ഇസ്രയേലും, മുകളിലും നോർത്തിലും ഈസ്റ്റിലും ഇസ്രയേലാണ് വരിക. ഒരു ചെറിയൊരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഗാസ. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇസ്രയേലിനുണ്ടായ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ വലിയ തോതിൽ ഇസ്രയേലിൻ്റെ അതിൻ്റെ 1967 ശേഷം ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നൊക്കെയുള്ള രീതിയിൽ പത്രങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ അത് ഒക്ടോബർ 7 ആ ഒരു സമയത്ത് നടത്തിയ ഒരു ലൈവ് ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അവിടെയുള്ള ഒക്ടോബർ 7 ഗാസയുടെ അവസ്ഥ എന്താ, ഒരു ഓപ്പൺ എയർ പ്രിസൺ പോലെ, ഒരു തുറന്ന ജയിൽ പോലെ അത്രമേൽ ഗാസയെ എല്ലാ നിലക്കും വായുവിലൂടെ അതുപോലെ തന്നെ കടലിലൂടെ കരമാർഗം എല്ലാ നിലക്കും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു തുറന്ന ജയിൽ പോലെയാണ് ഗാസ ഉണ്ടായിരുന്നത്. അതാണ് അപ്പോഴുള്ള ഗാസയുടെ അവസ്ഥ. എന്ന് വെച്ചാൽ ഈ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഉള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൺഫ്ലിക്റ്റ് പുതുതായി ഉണ്ടാവുകയല്ല. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് ഒക്ടോബർ 7 മറിച്ച് വളരെ വളരെ കാലങ്ങളായിക്കൊണ്ട് തന്നെ തുടർന്നു പോരുന്ന ഒരുപാട് അക്രമങ്ങൾ, അനീതികൾ, അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രതികരണം എന്ന നിലക്കാണ് ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നത്. നമ്മൾ പറയുന്നത് ഒക്ടോബർ 7 നടന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി ന്യായീകരിക്കുന്ന രൂപത്തിലല്ല. സ്വാഭാവികമായും ഈവൻ ഹമാസ് പോലും അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഗാസയിലുള്ള സിവിലിയൻസായ ആളുകളടക്കം ഇസ്രായേലിലേക്ക് പോവുകയും അവർ ചില ആക്രമണങ്ങൾ നടത്തിയതൊക്കെ ചെയ്ത് അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന രൂപത്തിലടക്കം ഹമാസ് അടക്കം പറഞ്ഞതായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ പറഞ്ഞ അന്ന് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുകയല്ല, മറിച്ച് ഇത് അന്ന് തുടങ്ങുന്ന ഒന്നല്ല. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കാലങ്ങളായി തുടർന്നു പോരുന്ന, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഒക്ടോബർ 7 ഹമാസ് ഒരു ആക്രമണം നടത്തി. ഒരു വിചാരിച്ചതിൽ അപ്പുറത്തേക്കുള്ള ഒരു സക്സസ് അതിനുണ്ടായി എന്നുള്ളത് മാത്രം. പക്ഷേ അത് അന്ന് തുടങ്ങുന്ന ഒരു കാര്യമല്ല. നമുക്ക് പരിശോധിച്ച് നോക്കാമല്ലോ. ഈ ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ കൂട്ടക്കൊലകളുടെ ചരിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ പോലും, അല്ലെ, രവീന്ദ്രനൊക്കെ പലപ്പോഴും പറയും ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്ന രൂപത്തിൽ അത്രയും കൃത്യമായ ചരിത്രം ഇവിടെ ഉണ്ടാകുമ്പോൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഒക്ടോബർ 7 എല്ലാം തുടങ്ങിയത്, ഒക്ടോബർ 7 ഇതിൻ്റെ തുടക്കം എന്ന രൂപത്തിൽ പറയുന്നത് ചരിത്രത്തോടുള്ള ഒരു അനീതിയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈവൻ ഇപ്പം ഈ പറഞ്ഞല്ലോ ഗാസയിലുള്ള ആളുകൾ ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്. എന്തേ കാരണം? ഇസ്രായേലിലേക്ക് അവിടേക്ക് പോകേണ്ടുന്ന ഒരു അവസ്ഥ, അവർക്ക് ഈ ഗാസയെ മാത്രം പിന്നെ ആ രൂപത്തിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയും ഇസ്രായേലിലേക്ക് പോയി കുറഞ്ഞ കൂലിക്ക് പോയി പിന്നെ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയും ആ രൂപത്തിൽ അത് തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വെസ്റ്റ് ബാങ്കിലും ഗാസയിലുള്ള ആളുകൾ ഇസ്രായേലിലേക്ക് പോകുന്നത് മണിക്കൂറുകൾ നീണ്ട ചെക്കിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയി എല്ലാ രൂപത്തിലും ഇവരെ ഉപദ്രവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം ഒക്ടോബർ 9 നടത്തിയിട്ടുള്ള ലൈവിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ നിലക്കും അവർ ഒരു ജയിലിൽ പെട്ടതുപോലെയായിരുന്നു. അങ്ങനെ ജയിലിൽ പെട്ടതുപോലെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജനത ഒരു പ്രതികരണം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 അല്ലാതെ ഒക്ടോബർ 7 ഈ കാര്യങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇസ്രായേലിന് വേണ്ടി ഇങ്ങനെ ഓവർ ടൈം പണിയെടുക്കുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്തുള്ളത് തീവ്രവാദികളാണ്,
മറുഭാഗത്തുള്ളത് എന്താണ് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കുന്ന അത്രയും നല്ല രൂപത്തിൽ പോകുന്ന ഒരു കൂട്ടരാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ന്യായം എന്ന് പറയുന്നത്. പൊതുവിൽ ഈ സയനിസ്റ്റ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും ഇതേ കാര്യമാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു ഭാഗത്ത് തീവ്രവാദികൾ, മറുഭാഗത്ത് വളരെ നല്ല ഏറ്റവും നല്ല ഒരു ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എല്ലാ കാര്യങ്ങളെയും മനുഷ്യാവകാശങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നറേഷൻ. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായം പലപ്പോഴും ആളുകളെ കുറച്ചുകൂടി വികാരപരമായി ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇസ്രായേലിൽ ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നിങ്ങളെയും പിടിക്കുമായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെയും പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു, ബന്ദികളാക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഇതാണ് തീവ്രവാദം എന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു വാദം കൂടി നമുക്ക് കേൾക്കാം. ബന്ദികളായിട്ട് പിടിച്ചോണ്ട് പോയി, ആരെയൊക്കെ ബന്ദികളായിട്ട് പിടിച്ചോണ്ട് പോയാൽ നിങ്ങളുണ്ടായിരുന്നു, നിങ്ങളെ പിടിച്ചോണ്ട് പോകുമായിരുന്നു. എന്താണ് ഭീകരത എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ ഉണ്ട്. അവർ കണ്ണി കാണുന്നവരെല്ലാം വെടിവെച്ചിടുകയായിരുന്നു. അയാളുടെ ജാതി, മതം, അയാളുടെ സെക്സ്, അയാളുടെ ഏജ് ഒന്നും നോക്കുന്നില്ല, ആരെയും കൊല്ലാൻ കഴിയുന്നു. അതിന്റെ അവസ്ഥയാണ് ഭീകരാവസ്ഥ അല്ലെങ്കിൽ ഹമാനസം. ആ ഒരു മാനസം എല്ലാവരെയും കൊല്ലാൻ നമുക്ക് കഴിയില്ല. അവർക്ക് നമ്പർ എത്ര പേരെ കൊല്ലുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം. എന്നിട്ട് ഈ ആളുകളെല്ലാം വലിച്ചുകൊണ്ട് പോയി. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളെ ഒന്നി കൊല്ലും, അല്ലെ പിടിച്ചുകൊണ്ടു നല്ല തുരങ്കത്തിൽ കാണും വെക്കും. ആ തുരങ്കത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കും. നിങ്ങൾ ആരാണെന്നറിയില്ല. ഞാൻ അപ്പോൾ അദ്ദേഹം വലിയ വികാരം കൊള്ളിച്ചുകൊണ്ട് പറയും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെയും കൊല്ലും, അതാണ് ഭീകരവാദം എന്ന് വെച്ചാൽ ആളുകളെ ആരാണെന്ന് നോക്കാതെ അവരുടെ പിന്നെ ആശയം എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ ജെൻഡർ എന്താണെന്നോ, ആണാണോ പെണ്ണാണോ കുട്ടികളാണോ മുതിർന്നവരാണോ, ഇതൊന്നും നോക്കാതെ കൊല്ലലാണ് ഭീകരത. ഓക്കെ, രവീന്ദ്രൻ അതൊരു ഒരു ഡെഫിനേഷൻ ആയിക്കൊണ്ട് പറഞ്ഞു ഭീകരത എന്ന് പറഞ്ഞാൽ ആരെന്ന് നോക്കാതെ ആളുകളെ കൊല്ലുക എന്നതാണ്. ശരി, രവീന്ദ്രന്റെ ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? ആലോചിച്ച് നോക്കുക, ഒരു വളരെ വലിയൊരു ഇരട്ടത്താപ്പാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ശരിയാണ്, പിന്നെ അവിടെയുള്ള ആളുകളെ ഈ പറഞ്ഞ രൂപത്തിൽ ബന്ദികളായി കൊണ്ടുവന്നിട്ടുണ്ട്, ഹമാസ് ആ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇസ്രായേൽ ചെയ്ത അതേ കാര്യമാണ്. ഈ ഹമാസ് ഏകദേശം 1200ഓളം ആളുകളെ പിടിച്ചു എന്ന് പറയുന്നു. ഇസ്രായേൽ കൊന്നതോ? ഇസ്രായേൽ കൊന്നിട്ടുള്ളത് 40,000-ത്തിനടുത്ത ആളുകളെയാണ്. അവിടെ ഇസ്രായേൽ ഇങ്ങനെ നോക്കുന്നുണ്ടോ ഇവര് പിന്നെ സ്ത്രീയാണോ പുരുഷനാണോ അതല്ലെങ്കിൽ കുട്ടികളാണോ അല്ലെങ്കിൽ മുതിർന്നവരാണോ നോക്കുന്നുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ അതേ ഡെഫിനേഷൻ എടുത്ത് നോക്കുക. ഇങ്ങനെ ഒന്നും നോക്കാതെ ആളുകളെ കൊല്ലുക, ആ നമ്പറാണ് അവർക്ക് പ്രധാനം. ശരിയാണ്, നമ്പറാണ് പ്രധാനം. 40,000 കൊന്നു, ഇനി അതിനപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതല്ലേ ഭീകരത? രവീന്ദ്രന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇതൊരു ഭീകരതയല്ലേ? അപ്പോൾ അത് ഭീകരതയായി പറയാൻ പറ്റൂല, മറ്റത് ഭീകരതയാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്ന വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ കൊല്ലുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. ഹമാസ് നടത്തുന്നത് ഒരു ജനോസൈഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇവിടെ ഒരു ഭാഗത്ത് 40,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ പല രൂപത്തിൽ അംഗവൈകല്യം ബാധിച്ചു, പല രൂപത്തിലുള്ള പരിക്കുകൾ കൊണ്ട് അവിടെ പ്രയാസപ്പെടുകയാണ്, അവിടെ മാസ് ഗ്രേവുകൾ കാണുകയാണ്, കൂട്ടക്കുഴിമാടങ്ങൾ കാണുകയാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇസ്രായേലിന് വേണ്ടി പിന്നെ ഓവർ ടൈം പണിയെടുക്കുന്ന ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്ന മതരഹിതന്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഈ 1200 ആളുകളെ കൊന്നത് എന്താണ്? ഒരു ജനോസൈഡാണ്, ഒരു വംശഹത്യയാണ്. 40,000 ആളുകളെ കൊന്നതോ? അത് വംശഹത്യൊന്നുമല്ല, അത് എന്ത് ചെയ്യാനല്ലേ? അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പോൾ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത 40,000 ആളുകളെ കൊല്ലൽ, 1200 ആളുകളെ കൊല്ലൽ എന്താണ്? ഈ പറഞ്ഞതുപോലെ മസാക്കറാണ് അല്ലെങ്കിൽ ജനോസൈഡ് ആണെന്നാണ്. അതിന് ഇദ്ദേഹത്തിന്റെ പൊതുവിൽ തന്നെ രവീന്ദ്രന്റെ പ്രസംഗങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം ചില റെഫറൻസുകൾ ഉദ്ധരിക്കും. അപ്പോൾ റെഫറൻസുകളൊക്കെ ഉദ്ധരിച്ച് ഇന്നയാളുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ആളുകൾ വിചാരിക്കാം എന്തോ ഒരു കാര്യമായ ആധികാരികമായ കാര്യമാണ് പറയുന്നതാണ് വിചാരിക്കാം. ശരി, നമുക്ക് രവീന്ദ്രൻ ഈ വിഷയത്തിൽ പറഞ്ഞ റെഫറൻസിനെ അടക്കം പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദത്തെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഒരു അഭിമുഖമാണ് ഇത്. ഡോക്ടർ കോണ്ട അഹമ്മദ് എന്നുള്ള കോണ്ട അഹമ്മദ്, ഇവരെ ഒരു അമേരിക്കനാണ്, ഇന്ത്യക്കാരിയായിരുന്നു, ഇന്ത്യൻ വംശജയാണ്. അവർ പറയുന്ന ഒരു അഭിപ്രായമാണ് ഹമാസ് കാർണേജ് വാസ് എ ജനോസൈഡ്. ഹമാസ് കാർണേജ് വാസ് എ ജനോസൈഡ്. ഹമാസ് നടത്തിയിട്ടുള്ളത് ഒരു ജനോസൈഡ്, വംശഹത്യയാണ്. അപ്പോൾ ഹമാസ് നടത്തിയ വംശഹത്യയാണെന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ കോണ്ട അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഡോക്ടർ കോണ്ട അഹമ്മദ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ശരിയായിരിക്കും. ആരായി കോണ്ട അഹമ്മദ്? പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇസ്രായേലിന് വേണ്ടി ഇതേപോലെ പട്ടിപ്പണി എടുക്കുന്ന വേറൊരാൾ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി, അത്രേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കോണ്ട അഹമ്മദ് ചിലപ്പോൾ അമേരിക്കയിൽ പ്രഭാഷണം നടത്തുന്നുണ്ടാവും, ഇന്ത്യയിലുള്ള സി രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗം നടത്തുന്നുണ്ടാവും. ഇതാണ് ഇവരുടെ റെഫറൻസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ ഇസ്രായേൽ അനുകൂലികൾ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പറയാം? ഇസ്രായേൽ അനുകൂലി പറഞ്ഞിട്ടുണ്ട് ഹമാസ് നടത്തിയത് ജനോസൈഡാണ്, അതുകൊണ്ട് അത് എങ്ങനെയാണ് ചങ്ങാതി റെഫറൻസ് ആവുക? അപ്പോൾ ഇതാണ് റെഫറൻസ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ബാക്കി പറയുന്നത് കേട്ടോളൂ. ഹമാസ് നടത്തിയ നരഹത്യ ഒരു ജനോസൈഡാണ്. നമ്മളെ ഒരു പത്രങ്ങളിലും ഒരു മാധ്യമങ്ങളിലും അങ്ങനെ പറയുന്നില്ല. ജനോസൈഡ് എന്ന് പറഞ്ഞാൽ വംശീയ കൂട്ടക്കൊലയായിട്ട് എടുക്കും. കൂട്ടക്കൊലയായിട്ട് എടുത്താൽ മതി, വംശീയ കൂട്ടക്കൊലയായിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അത് പല വംശങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അത് പറയുന്ന ഒരു ഗുമ്മിന്
അതിനെ വംശീയക്കൂട്ടങ്ങളെയാക്കുന്നതാണ്. പക്ഷേ ഈ പോയിന്റ് നിങ്ങൾ തന്നെ നോക്കുക. ഈ 1400 1500 പേരെ ഒരു ദിവസം വന്നിങ്ങനെ വെടിവെച്ചും ഏതാനും മണിക്കൂർ രാവിലെ 6 മണിക്കാണ് നിങ്ങൾ ഈ സൈനികരെയൊക്കെ കൊല്ലുന്നത്. അവര് അണ്ടർവേഴ്സ് അവർ എഴുന്നേറ്റിട്ട് പോലുമില്ല, അവിടെ തന്നെ ഇരുന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് 1200 ആളുകളെയൊക്കെ കൊല്ലുക? 1200 ആളുകളെ കൊല്ലുന്നതൊക്കെ എങ്ങനെയാണ് ജനോസൈഡ് എന്ന് പറയാതിരിക്കുക? അതൊരു വംശഹത്യയാണ്. അപ്പോൾ 40,000 ആളുകളെ കൊല്ലുന്നത്, അപ്പോൾ 40,000 ആളുകളെ കൊല്ലുന്നു. അപ്പോൾ ഇവർ പറയാണ് സൈനികരെ കൊന്നു, 1200ഓളം സൈനികരെ കൊന്നു. ആ സൈനികർ അവർ അണ്ടർവേഴ്സിലായിരുന്നു, അവർ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ബോംബിടുന്നത് ആരില്ല? ഉറക്കം എഴുന്നേറ്റിട്ടില്ലാത്ത, ഈവൻ ലോകം എന്താണെന്ന് അറിയാത്ത, ഇസ്രായേലെന്നോ ഫലസ്തീനെന്നോ കേട്ടിട്ടില്ലാത്ത 0 ഏജ് ഉള്ള എന്ന് വെച്ചാൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് മാത്രം നമുക്ക് വായിച്ചാൽ തീരാത്ത അത്രയും ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ ജനിച്ച ഉടനെയുള്ള ഒരു വയസ്സാവാത്ത കുട്ടികളുടെ എണ്ണം മാത്രം ഈ കഴിഞ്ഞ ഏതാനും 6 മാസങ്ങൾക്കുള്ളിൽ മാത്രം ഇസ്രായേൽ കൊന്നിട്ടുള്ള 0 ഏജ് ഉള്ള കുട്ടികൾ അതെത്ര ഉണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല, അതൊരു പ്രസ്താവയോഗ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. 5 വയസ്സിന് താഴെയുള്ള ആയിരക്കണക്കിന് കുട്ടികൾ, കൗമാരപ്രായത്തിൽ എത്താത്ത 15,000-ഉം 20,000-ഉം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് വരുന്ന കുട്ടികൾ, അവരെ മൊത്തം കൊന്നാലും അതൊരു വിഷയമല്ല, അതൊരു ജനോസൈഡ് എന്ന് പറയാൻ പറ്റൂല. പിന്നെയോ 1200 പട്ടാളക്കാരെ കൊന്നു, അവർ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രമേൽ വലിയൊരു ഇരട്ടത്താപ്പിൻ്റെ മുഖം കൊണ്ടു നടക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുള്ളത്, ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി, ജൂതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുകയാണ്. ഒരു മതരഹിതനായ ഒരാൾ ജൂതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുക. എന്താ ഇദ്ദേഹത്തിനുള്ള മോട്ടീവ് എന്ന് പറയുന്നത്? ഒരു മോട്ടീവും ഇല്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഫലസ്തീനികളുടെ രക്തം കാണുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉന്മാദാവസ്ഥ രവീന്ദ്രൻ അനുഭവിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിന് മറ്റൊരു ന്യായവും ഞാൻ കാണുന്നില്ല. കാരണം ഒരു കാര്യത്തെ നിഷ്പക്ഷമായി അവലോകനം ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ബാക്കിയുള്ള ചരിത്രപരമായ എല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട്, ശരി, ഇനി ഒക്ടോബർ 7-നാണ് ചരിത്രം തുടങ്ങുന്നത് എന്ന് വിചാരിക്കാം, എങ്കിൽ പോലും നിഷ്പക്ഷമായി നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ഒരു ഭാഗത്ത് 1200 ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, മറുഭാഗത്ത് 40,000-ന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്വാഭാവികമായും ഒന്നിനെ ജനോസൈഡ് എന്ന് വിളിക്കുക, മറുഭാഗത്തിനെ അതൊരു വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ എത്രത്തോളം ദയനീയമായിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളെ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനുകളിലെല്ലാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ സയനിസ്റ്റ് തീവ്രവാദികളുടെ സോഷ്യൽ മീഡിയ പ്രൊപ്പഗണ്ടകൾ അതേപടി പറയാന്നുള്ളത് മാത്രമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ക്വാണ്ട അഹമ്മദ് പറഞ്ഞു, നമ്മൾ എന്തോ വലിയൊരു പിന്നെ ഈ UN പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് പറയുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താണോ സയനിസ്റ്റ് തീവ്രവാദികളുടെ പ്രൊപ്പഗണ്ടകൾ അത് അതേപടി പറയാം. ഏത് വരെ ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് അറിയാം, ഈ ഗാസയിലുള്ള ഈ സമയത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കൂട്ടക്കൊലയായിരുന്നു അൽ അഹ്ലി ഹോസ്പിറ്റലിൽ, ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഒരു ബോംബാക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ അങ്ങനെ ഒരു ബോംബ് വർഷിപ്പിച്ചു, ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് ഒറ്റ രാത്രി കൊണ്ട് കൊല ചെയ്യപ്പെട്ടു. അത് ലോകം മുഴുവൻ അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിലേക്ക് വരികയും ഒരുപാട് രാഷ്ട്രങ്ങളടക്കം അവിടെ ഇസ്രായേലിനോട് ഇത് നിർത്താൻ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഇസ്രായേൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം അവരുടെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഞങ്ങളിങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ ആളുകൾ വന്നിരുന്നു. പക്ഷേ ഇത് ലോകം അവർക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ആക്രമണം നടത്തിയത് ഞങ്ങളല്ല, മറിച്ച് അത് ഫലസ്തീനിലെ തന്നെയുള്ള റെസിസ്റ്റൻസ് മൂവ്മെൻറ്റുകൾ അവർ തൊടുത്തുമിട്ട മിസൈൽ അവിടേക്ക് തന്നെ വീണതാണ് എന്ന രൂപത്തിലുള്ള ഒരു പ്രചാരണം അവർ നടത്തിയിരുന്നു. അപ്പോൾ ഇത് ഇസ്രായേൽ സ്ഥിരമായി നടത്തുന്നൊരു കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള തങ്ങളുടെ ആക്ഷൻ ലോകം മുഴുവൻ തങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന് കാണുമ്പോൾ അത് ഫലസ്തീനുകൾ തന്നെ നടത്തിയതാണ് എന്ന രൂപത്തിൽ ആരോപിക്കുക എന്നുള്ളത് ആദ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നിരന്തരമായി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ രവീന്ദ്രൻ എന്താ ചെയ്യുക? രവീന്ദ്രൻ ഇങ്ങനെയുള്ള ഈ പ്രൊപ്പഗണ്ടകളൊക്കെ എടുത്തിട്ട് ഇത് പ്രസംഗിക്കുക. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അൽ അഹ്ലി ഹോസ്പിറ്റൽ ആ ഒരു കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം ഈ സയനിസ്റ്റുകളും അമേരിക്കയും പറഞ്ഞ അതേ നാരേറ്റീവ് അതേപോലെ പറയാം എന്നുള്ളതിനപ്പുറത്ത് രവീന്ദ്രൻ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം അത് ചെയ്ത് കണ്ടോളൂ. ഇസ്രായേലിനെതിരെയുള്ള വൻതോതിലുള്ള പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിലുള്ള ഹമാസിന്റെ കൂടെയുള്ള ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന വേറൊരു തീവ്രവാദി സംഘം, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവര് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ഒരു റോക്കറ്റ് കുനിഞ്ഞു കുത്തി ഈ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ലോട്ടിൽ വീഴാണ് ഉണ്ടായത്. അതിന്റെ രേഖാചിത്രം ഉൾപ്പെടെ ഇവർ കാണിച്ചു. കാരണം ഇസ്രായേലിന് അവിടെ ആ സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ബോംബിട്ടിട്ട് ഒരു പ്രയോജനമില്ല. കാരണം ലോക അഭിപ്രായം അവർക്കെതിരെ തിരിയും. അവരുടെ ഇൻട്രസ്റ്റിലല്ല. നമ്മളിപ്പം ഇസ്രായേൽ ഏറ്റവും ക്രൂരന്മാരാണെന്ന് പറഞ്ഞാലും അവരൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിലായിരിക്കും ചെയ്യുന്നത്.
എതിർ കക്ഷിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ഒരു കാര്യം അവർ മനഃപൂർവ്വം ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല. അവർ തന്നെ പറഞ്ഞു, ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഫലസ്തീനിൽ തന്നെയുള്ള ഏതോ ഗ്രൂപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ എന്തായാലും ചെയ്യാൻ കാരണം ഇസ്രായേൽ ബോംബിട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ലോകം തിരിയില്ലേ. അപ്പോൾ ഇസ്രായേലുകാർ പറയുന്ന അതേ കാര്യം വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം റഫേൽ നടന്നിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്ക് ബോംബിട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൊന്ന, ഇപ്പോൾ ലോകം മുഴുവൻ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു കൂട്ടക്കൊല, ആ ഒരു കൂട്ടക്കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ സയനിസ്റ്റ് തീവ്രവാദികളുടെ പ്രൊപ്പഗണ്ട ആദ്യം ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഒരു ഫേക്ക് ഓഡിയോ ക്ലിപ്പ് ഇറക്കാൻ ശ്രമിച്ചു. അതായത് ഹമാസ് അവരുടെ പിന്നെ ആയുധങ്ങൾ കടത്താൻ ശ്രമിക്കുന്ന ഒരു ട്രക്കിന് തീ പിടിച്ചുകൊണ്ടാണ് ഈ അഭയാർത്ഥി ക്യാമ്പിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രൊപ്പഗണ്ട ഇതേപോലെ. ഇത് ഇസ്രായേൽ ആദ്യം ചെയ്യുന്നതല്ല, ഇസ്രായേൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ ലോകം തിരിയുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും അത് ഹമാസ് ചെയ്താണ്, ഫലസ്തീനിലുള്ള ആളുകൾ തന്നെ ചെയ്താണ്, അബദ്ധത്തിൽ പറ്റി അവർക്ക് തന്നെ പറ്റിപ്പോയതാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഇത് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമൊന്നല്ല, ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഏറ്റവും അവസാനം റഫേൽ അടക്കം അവരത് പയറ്റി നോക്കി. പക്ഷേ അത് തെളിവുകളെല്ലാം അവർക്കെതിരായതുകൊണ്ട് അവസാനം നെതന്യാഹുവിന് വന്നിട്ട് പറയേണ്ടി വന്നു, അത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു മിസ്ഹാപ്പാണ് എന്ന് അദ്ദേഹം പറയേണ്ടി വന്നു. അപ്പോൾ ഇത് പ്രൊപ്പഗണ്ട സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇസ്രായേലിന് വേണ്ടി ആളുകൾ ഇങ്ങനെ ഈ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നിരന്തരം. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഈ സയനിസ്റ്റ് തീവ്രവാദികളുടെ ഈ പ്രൊപ്പഗണ്ട സാധനങ്ങൾ മൊത്തം എടുത്തിട്ട് ഒരു പ്രഭാഷണമായിട്ട് പറയാം, നിരന്തരമായി അതിനുവേണ്ടി ഇങ്ങനെ രക്തസാക്ഷിയാവുക എന്നുള്ളത് മാത്രമാണ് രവീന്ദ്രൻ ചെയ്തിരുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരേക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. 10,000-കണക്കിന് കുട്ടികളെ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ആ കൂട്ടക്കൊല ചെയ്യുന്നതിനിടയിൽ ഇദ്ദേഹം ഈ ഇസ്രയേലികൾ ഫലസ്തീനി കുട്ടികളോട് കാണിക്കുന്ന ഒരു മനോഭാവം എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു പിന്നെ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് അത് നിങ്ങൾ കണ്ടോളൂ. ഫലസ്തീനി കുട്ടികളോടുള്ള ഇസ്രയേലിന്റെ സമീപനം എന്താണ് എന്നുള്ളത്. അഹദ് തമീമി എന്നാണ് കുട്ടിയുടെ പേര്. ഇവർ വളരെ ചെറിയ പ്രായമായിരുന്ന സമയത്ത് ഇസ്രയേലി പട്ടാളക്കാരെ ആക്രമിക്കുകയും അവരെ മർദ്ദിക്കാൻ ചെയ്യില്ലേ, അവരെ സഹോദരനെ പിടിച്ചു വെക്കാനായിട്ട് എന്നപ്പോഴത്തേക്ക് അവരെ മർദ്ദിക്കാൻ ചെന്നു എന്നാണ് പറയുന്നത്. ഇവർ വളരെ ഫേമസ് ആയി. ഒരു 10-16 വയസ്സായപ്പോൾ അവരെ 18 വയസ്സുണ്ടായപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു, കോടതിയിലൊക്കെ ഹാജരാക്കി. സൂപ്പർ സ്റ്റാർ ആണ്. ഇവരെ CNN ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു. CNN ഇന്റർവ്യൂ ചെയ്തവരാണ് അവിടെ കാണുന്നത്, നിങ്ങൾ അവരുമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ഇവരെ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ 2 വാർത്തയുണ്ട്. ഒന്ന്, ഇസ്രായേലി പട്ടാക്കാരെല്ലാം നോക്കൂ, ഈ കുട്ടിയെ ഇങ്ങനെ ഇടിക്കാൻ ചെല്ലുമ്പോൾ 2-3 ഇടിക്കുന്നുണ്ട്. അവർ വളരെ സൗമ്യമായിട്ട് ഇവർ പറയുന്നത് കേട്ട് ഇടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇനി ഇതേ കുട്ടി തന്നെ അവർക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു ഇസ്രായേലി പട്ടാളക്കാരന്റെ ചെവിട്ടടിക്കുന്നുണ്ട്, അവനും അടി കൊണ്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു വനിതാ പട്ടാളക്കാരായിട്ട് തർക്കിക്കുന്നതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ 2 അഭിപ്രായമാണ് ഇസ്രായേൽ. ഒന്ന്, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി പോയത് ശരിയല്ല, ഇസ്രായേലാണ് അടിയേറ്റത്. മറ്റൊന്ന്, നിങ്ങൾ ഒരു സൈന്യത്തിന് ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള മാനവിക മുഖമുള്ള ഒരു സമൂഹം അല്ലെ ഒരു സൈന്യം, അത് കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെ ചെറുപ്പക്കാർ ചെയ്യുമ്പോൾ നമ്മൾ മാറി നടക്കണം എന്നുള്ളൊരു ബോധ്യമുള്ള ഒരു സമൂഹം എന്നുള്ള 2 അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈന്യം ആലോചിച്ച് നോക്കുക. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇതിൽ എന്താ സംഭവിച്ചത്? ഒരു കുട്ടിയെ, ഫലസ്തീനി ബാലനെ പിടിച്ചു കൊണ്ടുപോകാൻ പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം, എവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്? ഒരു ഫലസ്തീനി ബാലനെ പിടിച്ചു കൊണ്ടുപോകാൻ പോവുകയാണെന്ത് ഇസ്രായേലുകാർ. സ്വാഭാവികമായി ആയിരക്കണക്കിന് ഫലസ്തീനി കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ഇസ്രായേൽ എന്ത് ചെയ്യും? അവർക്ക് തോന്നുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും, എന്നിട്ട് കാലങ്ങളോളം ജയിലിലിടും. അത് സ്ഥിരമായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു കുട്ടിയെ എന്ത് ചെയ്തു? ഒരു ബാലനെ പിടിച്ചു കൊണ്ടുപോകാൻ ഇസ്രായേലി സൈന്യം വന്നു. അപ്പോൾ അവൻ്റെ പിന്നെ സഹോദരി എന്ത് ചെയ്യാണ്? എൻ്റെ സഹോദരനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റൂല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലി പട്ടാളക്കാരനെ അടിക്കാൻ ഓങ്ങുന്ന ഒരു ചിത്രമാണിത്. എന്നിട്ട് ഈ ചിത്രം കാണിച്ചുകൊണ്ട് രവീന്ദ്രൻ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു പെണ്ണ് അടിക്കാൻ വന്നപ്പോൾ പോലും അത് ഏറ്റുവാങ്ങുന്ന ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഫലസ്തീനി കുട്ടികളോട് ഇത്രയും മാന്യമായ പെരുമാറ്റം നടത്തുന്ന ഈ ഒരു സൈന്യം വേറെ എവിടെ ഉണ്ടാവുക? ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, ഇത്രമാത്രം ഒന്നും സിവിലൈസേഷൻ പറ്റൂല എന്നാണ് പിന്നെ രവീന്ദ്രൻ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വെക്കുന്നു. ആലോചിച്ച് നോക്കുക, 10,000-കണക്കിന് കുട്ടികളെ കശാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സൈന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കുട്ടിയോട് അതന്നെ അവളുടെ സഹോദരനെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നപ്പോൾ ഒന്ന് പ്രതികരിച്ചപ്പോൾ മീഡിയകൾക്ക് മുമ്പിൽ, ക്യാമറക്ക് മുമ്പിൽ അവർ കുറച്ച് മാന്യമായി പിന്നെ അഭിനയിച്ചു എന്ന പേരിൽ മാത്രം ഇവർ ഭയങ്കര സിവിലൈസ്ഡ് ആണ്, ഇവരോളം സിവിലൈസേഷൻ വേറെ എവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് എത്രമാത്രം ദയനീയമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ആലോചിച്ച് നോക്കി, ഇതിങ്ങനെ കുട്ടികളൊന്നും തിരിച്ചടിക്കുക പോലും ചെയ്യാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നമ്മൾ പറയുമല്ലോ, അതുപോലെ അത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഈ ഇസ്രായേലി ആർമി അല്ലേ, അവരൊന്നും അറിയാതെ 10,000-15,000 അല്ലെ 20,000-ഓളം കുട്ടികളെ വെറുതെ ജസ്റ്റ് ഒന്ന് കൊന്നു മാത്രം അല്ലേ, അത്ര ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇദ്ദേഹം, നമ്മൾ പൊതുവെ പറയാറുണ്ട് പിന്നെ ഒരു സൈഡ് മാത്രം കാണുക എന്നുള്ളത്. ഒരു സൈഡ് പോയിട്ട് വളരെ നാരോ ആയിട്ട് വേണ്ടത് മാത്രം കാണുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറി പിക്കിങ്ങിൻ്റെ അതിൻ്റെ പീക്കിലെത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, അദ്ദേഹം
പിന്നെ ഈ ഹമാസ് ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് വരുത്തി തീർക്കണം. അത് സ്വാഭാവികമായും അങ്ങോട്ടും ആക്രമണമുണ്ട്, ഇങ്ങോട്ടും ആക്രമണമുണ്ട്. ഇസ്രായേൽ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള പ്രതികരണം നിലനിൽക്കാണ് October 7 നടന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് ഉദ്ധരിക്കാൻ വേണ്ടി ഇദ്ദേഹം വളരെ ആധികാരികമായി ആംനസ്റ്റിയെ ഉദ്ധരിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം ആ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. നോക്കുക, ആംനസ്റ്റി ഇന്റർനാഷണൽ റോക്കറ്റ് ആൻഡ് മോർട്ടർ അറ്റാക്ക് അഗൈൻസ്റ്റ് ഇസ്രായേൽ ബൈ ഡേറ്റ് October 7 മുതൽ 31 വരെ 8500 റോക്കറ്റാണ് ഇസ്രായേലിലേക്ക് വിട്ടത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആകെ ഇത്തിരി കുറച്ച് സ്ഥലമേ ഉള്ളൂ, തിരുവനന്തപുരത്ത് മുതൽ തൃശ്ശൂർ ആലപ്പുഴ വരെയുള്ള സ്ഥലം അത്രേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഒരു 50% മരുഭൂമിയാണ്, നഗേവ് മരുഭൂമി. അവിടെയാണ് അവർ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ബാക്കിയുള്ള സ്ഥലത്തേക്കാണ് ഈ റോക്കറ്റ് വിടുന്നത്. അപ്പോൾ ഇദ്ദേഹം വളരെ ആധികാരികമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞിട്ടുണ്ട്. ശരി, ആംനസ്റ്റി വളരെ ആധികാരികമായി നമുക്ക് എടുക്കാവുന്ന ഒരു റെഫറൻസ് തന്നെയാണ്. ശരി, അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് അത്രയും മിസൈലുകൾ പോയിട്ടുണ്ട്, നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ആംനസ്റ്റിയെ പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ആംനസ്റ്റി പറയുന്ന കാര്യങ്ങളെ ആ രൂപത്തിൽ അംഗീകരിക്കുമോ? ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ആംനസ്റ്റിയെ ഉദ്ധരിച്ചു. എന്നാൽ അതേ ആംനസ്റ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇസ്രായേൽസ് അപ്പാത്തേഡ് അഗെയിൻസ്റ്റ് പലസ്റ്റീനിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അപ്പാത്തേഡ് സ്റ്റേറ്റ് ആണ്. ഒരു സൗത്ത് ആഫ്രിക്കയിലൊക്കെ നടന്നതുപോലെ ഒരു വർണ്ണവിവേചനം അടിസ്ഥാനമാക്കി കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് പുറത്തിട്ടുള്ളത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഈ ആംനസ്റ്റിയുടെ റിപ്പോർട്ട് എടുക്കുമോ? ഇല്ല. അദ്ദേഹത്തിന് വേണ്ട ഈ പറഞ്ഞ മിസൈലുകളുടെ കണക്കുകളുടെ റിപ്പോർട്ട് എടുക്കും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇദ്ദേഹത്തിന് വേണ്ട റിപ്പോർട്ടുകൾ മാത്രം എടുക്കുക, ആ തെളിവുകൾ മാത്രം ഉദ്ധരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിക്കൊണ്ട് തന്നെ UN അടക്കം, അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലും ജനറൽ അസംബ്ലിയും, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും എല്ലാവരും, ആഗോള സംവിധാനങ്ങളെല്ലാം ഒരുപോലെ തന്നെ ഇത് ജനോസൈഡിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ്, ഇത് നിർത്തണം, സീസ് ഫയർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടും ആഗോള നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട്, എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നരമേധം തുറന്നുകൊണ്ടിരിക്കുന്ന, വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ ഇദ്ദേഹത്തിന് വേണ്ട ചില കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം നിരന്തരമായി ചെയ്തുകൊള്ളും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോർ ആർഗ്യുമെന്റ് എന്താ? ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള, ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹമാണ്, ഒരു രാജ്യമാണ്. മറുഭാഗത്ത് ഇവിടെ ഉള്ളത് കുറേ തീവ്രവാദികളാണ്. അതുകൊണ്ട് പിന്നെ ഇന്റർനാഷണൽ ലോസ് ഒക്കെ അംഗീകരിക്കുന്ന സൊസൈറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്രായേലിനെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ രവീന്ദ്രന് ഇപ്പോൾ ഈ വാദത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഏകദേശം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ഇസ്രായേൽ ലംഘിച്ചു കഴിഞ്ഞു. UN-ന്റെ ജനറൽ അസംബ്ലിയുടെ പ്രമേയത്തെ തള്ളിക്കളഞ്ഞു, സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയത്തെ തള്ളിക്കളഞ്ഞു, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനെ അറസ്റ്റ് വാറന്റ് അടക്കം പുറപ്പെടുവിക്കണം, അങ്ങനെ ആളുകൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു വാർ ക്രിമിനലാണ് നെതന്യാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചു കഴിഞ്ഞ ഈ ഇസ്രായേലിന് വേണ്ടിയാണ് ഇപ്പോഴും രവീന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ് എന്താ? അത് അവർ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു കൂട്ടരാണ്, മറ്റേ കൂട്ടരാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ഈ പറഞ്ഞ ഈ പ്രീ ഒക്ടോബർ 7 അംനേഷ്യ ബാധിച്ചുകൊണ്ട് ഈ പറയുന്നതിനൊക്കെ അപ്പുറത്ത് ഇദ്ദേഹം തന്നെ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തെ സൂചിപ്പിച്ച് പോകേണ്ടി വരുന്നുണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം പറയുന്നുണ്ട് ഈ പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള പ്രപ്പോസൽസ് ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള സംസാരങ്ങൾ കേട്ടാൽ മനസ്സിലാവുക October 7 കൂടിയാണ് ചരിത്രം തുടങ്ങിയതാണ്. പക്ഷേ അതല്ലാതെ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കണ്ടോളൂ. എന്താണ് ഇസ്രായേൽ ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരുന്ന പ്രപ്പോസലുകൾ എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന കണ്ടോളൂ. അത് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള അറബികൾ പിന്നെ അതിനെ റിജക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങൾ പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പേപ്പറിലുള്ള നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതെടുത്തൂടെ? ഇത് 1937 പീൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. പീൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് നോക്കി പച്ചയെല്ലാം അറബാണ്. നോക്കൂ, 80% അറബുകൾക്കും 20% പോലും ഇല്ല യൂതന്മാർക്ക്. ബാക്കിയെല്ലാം ജെറുസലേം ബ്രിട്ടന്റെ കീഴിൽ ആ രീതിയിലാണ് ഡിവൈഡ് ചെയ്തത്. അറബികൾക്ക് അത് വേണ്ട 37. ഇനി 39 വുഡ്ഹെഡ് കമ്മീഷൻ നോക്കൂ. അതിൽ ABC എന്ന് പറഞ്ഞ് 3 എണ്ണം വരച്ചിട്ട് കൊടുത്തു. ഇതിൽ ഏതെങ്കിലും എടുക്കാൻ അറബുകളോട് പറഞ്ഞു, അവർ 3 എണ്ണം എടുത്തില്ല. അല്ല, ആദ്യത്തെ നോക്കുക, 20% താഴെയുള്ളൂ ജൂതന്മാർക്ക്, 15%, 15 85 ആയിരുന്നു, എടുത്തില്ല. അടുത്ത നോക്കൂ, 12 ഓർ 10%, 12% ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ B, അതും എടുത്തില്ല. സിയിലെ നോക്കുക, മൂന്നാമത്തെ കഷ്ടിച്ച് 10% ജൂതന്മാർ, ബാക്കി അറബും ബ്രിട്ടീഷുകാരും എടുത്തില്ല. ഇത് ജൂതന്മാർ ഇതിൽ ആദ്യത്തെ സമ്മതിച്ചാണ് കേട്ടോ. ഇതിൽ അവർ സമ്മതിച്ചാണ്. അതായത് 90 10 വരെയൊക്കെ പറഞ്ഞിട്ട് പോലും കൊടുക്കാതിരുന്ന കാര്യങ്ങളാണ് പിന്നെ 1947 54 46 ഇനി 1945 ആംഗ്ലോ അമേരിക്കൻ പാർട്ടീഷൻ നോക്കൂ. അതിനകത്ത് നോക്കിയാലും ഈ അറബാണ് ഈ കാണുന്ന നിറം. അവർക്ക് 80% കൊടുക്കാന്ന് പറഞ്ഞു, ഒരിടത്തിൽ. അവർ പറയുന്നത് ജൂതന്മാരും പാടില്ല, അവരുടെ രാജ്യം പാടില്ല. ഇതാണ് അവരുടെ സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ അദ്ദേഹം കൃത്യമായി ചരിത്രം പറയുന്നുണ്ട്.
എന്താണ് ആ സമയത്ത് വന്നിട്ടുള്ള പ്രപ്പോസൽസ്? എങ്ങനെ ഈ പ്രപ്പോസൽസ് വന്നത്? അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അറബികൾ ഇത് ആദ്യം തന്നെ റിജക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾ ആദ്യം 10% ഭൂമി ജൂതന്മാർക്കും 90% ഭൂമി മുസ്ലിങ്ങൾക്കും കൊടുക്കുന്ന ഒരു പ്രപ്പോസൽ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതുപോലും ഇവർ റിജക്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഭൂമിയിലേക്ക് കുറെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു. അവർ വന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി, അവിടെ കലാപങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ആരെങ്കിലും വേറെ ആൾ വന്നിട്ട് പറയാണ് 10% ഭൂമി അവർക്ക് കൊടുത്താൽ മതി, കയ്യേറ്റക്കാർക്ക് 10% ഭൂമി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ സമ്മതിക്കുമോ എന്നുള്ളത് ആലോചിച്ചാൽ മതി അല്ലേ? ഇന്ത്യയിലേക്ക് ഏതെങ്കിലും കുറച്ച് ആൾക്കാർ വന്നു, അവരെന്ത് ചെയ്യാണ്? കുറച്ച് സെറ്റിൽമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ടോ ആഗോള ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ വന്നിട്ട് പറയാണ് അവർക്ക് 10% കൊടുത്താൽ മതി, ഇന്ത്യയുടെ ഭൂമിയിൽ നിന്ന് 10% കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് അവിടെയുള്ള ഫലസ്തീനികൾക്ക്, അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് അവരുടെ ഭൂമിയിലേക്ക് വന്നിട്ട് അവരുടെ ഭൂമിയുടെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രപ്പോസൽ വന്നാൽ സ്വാഭാവികമായും അവർ റിജക്ട് ചെയ്യും. സ്വന്തം രാജ്യമാണെങ്കിൽ, സ്വന്തം മണ്ണാണെങ്കിൽ അവർ റിജക്ട് ചെയ്യും. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് എന്തേ റിജക്ട് ചെയ്തത് എന്ന രൂപത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ആ പറയുന്നതിനിടയിൽ ഇദ്ദേഹം തന്നെ കൃത്യമായി ചരിത്രം പറഞ്ഞു കഴിഞ്ഞു. അതെന്താ? 1900ങ്ങളുടെ തുടക്കത്തിലാണ് യഥാർത്ഥത്തിൽ ജൂത കുടിയേറ്റം അവിടെ തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന സമയത്ത് ഏകദേശം 1% അങ്ങനെ വളർന്ന് ഏകദേശം 10%-ഓളം ആകുന്ന ജൂതന്മാർ, അവർക്കാണ് 10%, 20% വരുന്ന ഭൂമി പ്രപ്പോസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള പ്രപ്പോസലുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ജൂതന്മാർ എന്താണ് ചെയ്തത്? അതിനെയാണ് രവീന്ദ്രൻ ഇപ്പം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ, മതരാഷ്ട്രത്തെ, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഈ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട അവിടെയാണ്. അവിടെ അത്തരത്തിലുള്ള ജൂതന്മാരുടെ കുടിയേറ്റം ഉണ്ടാവുകയും അവർ തീവ്രവാദ സംഘടനകൾക്ക് രൂപം നൽകുകയും ചെയ്തു. ഏതാണ്? ഹെഗാന, അതുപോലെ തന്നെ ഇർഗുൻ എന്ന പേരിലൊക്കെയുള്ള ഒരുപാട് തീവ്രവാദ സംഘടനകൾ അവിടെ ഉണ്ടാവുകയാണ്. ഈ തീവ്രവാദ സംഘടനകൾ എന്ന് പറഞ്ഞാൽ എവിടെയോ എപ്പോഴോ ഉണ്ടായി കുറച്ച് കലാപം നടത്തി പോവുകയല്ല ചെയ്തത്. ഈ പറഞ്ഞ ഇർഗുൻ എന്ന് പറയുന്ന പാർട്ടി, ആ ഒരു തീവ്രവാദ സംഘടന, അവർ സായുധമായി പരിശീലിക്കുകയും സായുധമായി ആക്രമണങ്ങൾ ഉണ്ടാക്കുകയും ഫലസ്തീനികൾക്ക് നേരെ, അവിടെയുള്ള കർഷകർക്ക് നേരെ നിരന്തരമായി ആക്രമണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ തീവ്രവാദ സംഘടനയാണ് ഇർഗുൻ. ആ ഇർഗുന്റെ അടുത്ത ഒരു സ്റ്റേജാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഫ്രീഡം പാർട്ടി. ആ ഫ്രീഡം പാർട്ടിയുടെ അതിൻ്റെ തന്നെ അടുത്ത ഒരു പരിണാമമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്രായേൽ ഭരിക്കുന്ന ലിക്വിഡ് പാർട്ടി. ഇന്ന് ഇസ്രായേൽ ഭരിക്കുന്ന ലിക്വിഡ് പാർട്ടി അത് ഇർഗുൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ തീവ്രവാദ സംഘടനകൾ രൂപീകരിച്ച ആ മതരാഷ്ട്രത്തിന് അല്ലെങ്കിൽ മതഭീകര രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഈ രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ ഓവർ ടൈം പണിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ അവർ തീവ്രവാദ സംഘടനകൾക്ക് രൂപം കൊടുക്കുകയും സായുധമായി സംഘടിക്കുകയും ആ രൂപത്തിലുള്ള അക്രമങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുകളെ പല രൂപത്തിൽ അവിടുന്ന് ആട്ടിപ്പായിച്ചു. അതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ 1948 ആ ഒരു സമയത്ത് നടത്തുന്ന നഖബ എന്ന് പറയുന്നത്. ഒരുപാട് ഫലസ്തീനികളെ, ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ അവരുടെ വീട്ടിൽ നിന്നും ആട്ടിയോടിച്ചു. അവരിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് തുടർച്ചയായിക്കൊണ്ട് വീണ്ടും പലതരത്തിലുള്ള മസാക്രുകൾ, ജനോസൈഡുകൾ നിരന്തരമായി നടന്നു. അങ്ങനെ നടന്ന് ഒരു ജനവിഭാഗത്തെ അവരുടെ ഭൂമിയിൽ നിന്നും ആട്ടിപ്പായിച്ചുകൊണ്ട് നിരന്തരമായ കലാപങ്ങൾ നടത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രം ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വന്തം രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ 10% കൊടുക്കുന്നതിനെ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അറബികൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ഫലസ്തീനികൾക്ക് വേണ്ടി വാദിക്കുന്നവരും ഈവൻ ഹമാസ് പോലും ഇന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ? ഇസ്രായേലിനെ മൊത്തത്തിൽ നശിപ്പിക്കണം എന്നാണോ? അല്ല, 1967 ബോർഡറിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഹമാസ് പോലും പറയുന്നത്. ഫലസ്തീനു വേണ്ടി വാദിക്കുന്ന ആളുകളെല്ലാവരും പറയുന്നത്. ഈ പറഞ്ഞ രവിചന്ദ്രനോ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ആളുകൾക്കോ ഈ കാര്യത്തിന് അതിനുവേണ്ടി നിലകൊള്ളാൻ സാധിക്കോ? ഇല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫലസ്തീനികൾ എന്ന് പറയുന്ന അവരുടെ രക്തം കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ മതരഹിതരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ അവർ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന മതരാഷ്ട്രത്തിന് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ ഗാസ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള സൊല്യൂഷൻ? അത് നിങ്ങൾ പറയണ്ടേ? അതെന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനമായും 4 സൊല്യൂഷൻസ് ആണ് ഇപ്പോൾ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റിന് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രാക്ടിക്കലി മൊത്തത്തിലുള്ള ആ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇസ്രായേലിൻ്റെ അധീനതയിൽ തന്നെയാണ്. വെസ്റ്റ് ബാങ്കും ഗാസയും അടങ്ങുന്ന മൊത്തം ഫലസ്തീൻ, മുമ്പത്തെ ഫലസ്തീൻ, ഇപ്പോൾ അവർ ഇസ്രായേൽ എന്ന് വിളിക്കുന്ന ഭാഗം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധീനതയിൽ തന്നെയാണ്. അവിടെ
പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവിടെ ഉണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മൊത്തത്തിൽ ഒറ്റ രാഷ്ട്രമാക്കിക്കൊണ്ട് ഒരു സെക്കുലർ സ്റ്റേറ്റ് ആക്കി പ്രഖ്യാപിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഏകദേശം പകുതിയോളം ഫലസ്തീനികളുണ്ട്, പകുതിയോളം ഇസ്രായേലികളുമുണ്ട്. അങ്ങനെയുള്ള ആ പകുതിയോളം ജൂതന്മാരും പകുതിയോളം മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു സെക്കുലർ സ്റ്റേറ്റ് ആക്കി ഈ പിന്നെ കൺട്രിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ പിന്നെ ഈ പറഞ്ഞ നിരീശ്വരവാദികളോ രവീന്ദ്രനോ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ എതിർക്കേണ്ടി വരും. കാരണം ഇസ്രായേൽ ഇതിനെ അനുകൂലിക്കുന്നില്ല. കാരണം ഒറ്റ രാജ്യമാക്കിയാൽ, അത് സെക്യുലർ സ്റ്റേറ്റ് ആക്കിയാൽ അവിടെ മുസ്ലിങ്ങൾക്കും വോട്ടവകാശം ഉണ്ടാകും എന്നതിന്റെ പേരിൽ മാത്രം ഞങ്ങളുടെ മതരാഷ്ട്രം ശരിയാവില്ല, അല്ലെങ്കിൽ ജൂതരാഷ്ട്രം എന്ന് പറയുന്നത് അത് സക്സസ് ആവില്ല എന്നതിന്റെ പേരിൽ മാത്രം ഇസ്രായേൽ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല, അവിടെ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് വേണ്ടത് എന്നെങ്കിലും വാദിക്കാൻ രവീന്ദ്രനെ പോലുള്ള ആളുകൾക്ക് സാധിക്കുമോ? ഇല്ല. അവിടെ അവർ മതരാഷ്ട്രം ഉണ്ടാക്കിക്കോട്ടെ, അവർ തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ടാക്കി തീവ്രവാദ ആക്രമണങ്ങളിലൂടെ ഒരു മതഭീകര രാഷ്ട്രം ഉണ്ടാക്കിയാലും അത് കുഴപ്പമില്ല, അതിനു വേണ്ടി നിലകൊള്ളാം. രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗാസയും വെസ്റ്റ് ബാങ്കൊക്കെ ഒക്കെ അടങ്ങുന്ന ഫലസ്തീൻ വേറൊരു രാജ്യമായി 2 സ്റ്റേറ്റുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇത് അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇപ്പോൾ തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്കിൽ കൂടി ആ ഒരു സൊല്യൂഷൻ അതിനുവേണ്ടി രവീന്ദ്രൻ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവിടെയും ഇസ്രായേൽ അതിന് എതിരാണ്. ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയോ സെക്കുലർ സ്റ്റേറ്റിന് വേണ്ടിയോ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, വാദിക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പാർത്തൈഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്ത് ഒരുപാട് ജനങ്ങളുണ്ട്, പക്ഷെ അതിൽ ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെട്ടവരും ബാക്കിയുള്ളവർക്ക് വോട്ടവകാശവും മറ്റ് റൈറ്റ്സ് ഒക്കെ ഉള്ള രൂപത്തിലുള്ള ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ്. അതാണ് ഇപ്പോൾ നിലവിൽ അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആണ്. അതാണ് ആംനസ്റ്റി പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയാണോ രവീന്ദ്രൻ നിലകൊള്ളുന്നത് എങ്കിൽ അത് പറയണം, അതിനുവേണ്ടിയാണെങ്കിൽ അത് പറയണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബഹുഭൂരിപക്ഷം മില്യൺസ് ഓഫ് പലസ്തീനികൾക്ക് ഇപ്പം എന്തില്ല, അവിടെ വോട്ടവകാശങ്ങളൊന്നുമില്ല. ഇനി ഇസ്രായേലിനകത്ത് തന്നെയുള്ള ഏകദേശം 20% വരുന്ന അറബികൾക്ക് അവർക്ക് തന്നെ വോട്ടവകാശമുണ്ട്, പക്ഷേ ഈക്വൽ റൈറ്റ്സ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ രവീന്ദ്രനോട് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇസ്രായേലിന് ഒരു ആധികാരികമായൊരു ഭരണഘടന ഇല്ല? പറയേണ്ടതില്ലേ? ഇസ്രായേലിന് എന്തുകൊണ്ട് ഒരു ആധികാരികമായ ഒരു ഇന്ത്യക്കൊക്കെ ഉള്ളതുപോലെ കൃത്യമായ ഒരു ഭരണഘടന ഇല്ല? അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ഭരണഘടന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു ലിബറൽ ഡെമോക്രസി ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. ഒരു ജൂതരാഷ്ട്രം എന്ന് പറയുന്ന മതരാഷ്ട്രം സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അതില്ലാത്തത്. അപ്പോൾ ആ പറഞ്ഞ മത തീവ്രവാദ രാഷ്ട്രത്തെയാണ് രവീന്ദ്രൻ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നാലാമത്തെ ഒരു പോസിബിലിറ്റി ആണ് ഇപ്പോൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ളത്, എത്നിക് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഏകദേശം 7 മില്യണോളം ഫലസ്തീനികളുണ്ട്, അവരെ എത്നിക്കലി ക്ലെൻസ് ചെയ്യുക, അവരെ എവിടെയെങ്കിലും ആട്ടി ഓടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ വംശഹത്യ നടത്തിക്കൊണ്ടോ അവരെ ഇല്ലാതാക്കുക. ഇതാണ് പിന്നെ ഉള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സൊല്യൂഷൻസ്, ഒന്ന് മൊത്തത്തിൽ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആക്കുക, അതിനെ രവീന്ദ്രൻ അനുകൂലിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ എതിർക്കണം. രണ്ടാമത്തെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്, അതിലും നിങ്ങൾക്ക് ഇസ്രായേലിനെ പിന്നെ എതിർക്കേണ്ടി വരും. ഒന്നാമത്തെയും രണ്ടാമത്തെയും പോസിബിലിറ്റീസിൽ നിങ്ങൾക്ക് ഇസ്രായേലിനെ എതിർക്കേണ്ടി വരും. മൂന്നാമത്തെയും നാലാമത്തെയും പോസിബിലിറ്റീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇസ്രായേലിനെ അനുകൂലിക്കാം. അതായത് ഒന്നുകിൽ അപ്പാർത്തൈഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എത്നിക്കൽ സ്റ്റേറ്റ്. ഈ 4 ഏതാണ് രവീന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ആശയം? അത് കൃത്യമായി പറയണം. രവീന്ദ്രൻ പറ്റുമെങ്കിൽ ഇതിന് മറുപടി പറയണം. ഈ 4 ഏതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം? ഒറ്റ സ്റ്റേറ്റ് ആണോ, ഒറ്റ സെക്കുലർ സ്റ്റേറ്റ് ആണോ, അല്ലെങ്കിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആണോ, അതല്ല അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആണോ, അതല്ല എത്നിക് ക്ലൻസിങ് ആണോ? ഇതിൽ ഏതിലാണ് രവീന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറയേണ്ടതുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രവീന്ദ്രൻ അവിടെ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ എല്ലാ പാപഭാരവും മുസ്ലിങ്ങളുടെ നേർക്കും അറബ് നേഷൻസിന്റെ നേർക്കും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ നേർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതിന് യാതൊരു സത്യസന്ധതയും, ഒരു തരി പോലും സത്യസന്ധത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായം കൂടി നിങ്ങൾ കേട്ടോളൂ. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ കണക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു അഭ്യാസം കൂടി നിങ്ങൾ കണ്ടോളൂ. മൊറോക്കോയിൽ 1948 2,65,000 ജൂതന്മാരുണ്ടായിരുന്നു. 2017 2000 ജൂതന്മാരേ ഉള്ളൂ. അൾജീരിയയിൽ 1948 1,40,000 പേരുണ്ടായിരുന്നു. 2017 50 പേരാണുള്ളത്. ടുണീഷ്യ 1948 1,05,000, ഇപ്പോൾ 1,700. ലിബിയ 1948 38,000, ഇപ്പോൾ 0. സിറിയ 1948 30,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ 100 ജൂതന്മാർ. ലെബനനിൽ 1948 24,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ 100 ജൂതന്മാർ. ഇറാനിൽ 1,00,000 ജൂതന്മാരുണ്ടായിരുന്നു 1948, ഇപ്പോൾ 9,800. 2016 ഇപ്പോൾ അത്രയും പോലും ഇല്ല. ഇറാഖിൽ 1,50,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 പേരാണുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ 5,000 പേരുണ്ടായിരുന്നു, ഇപ്പം ആരും ഉള്ളതായിട്ട് അറിയില്ല. പാകിസ്ഥാനിൽ 2,000 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 745 ഫാമിലീസ് ഉള്ളതായിട്ട് പറയുന്നു. ഒമാൻ 5,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ 0. ഏഡൻ 1,000 ഉണ്ടായിരുന്നു,
ഇപ്പോൾ യമന്റെ കൂടെയാണ്. ബഹറിൽ 1500 ഉണ്ടായിരുന്നു, ഇപ്പോൾ 35. യമനിൽ 63,000 ഉണ്ട്, സോറി 6300 ഉണ്ടായിരുന്നു, ഇപ്പോൾ 50. യൂതന്മാരെല്ലാം പറഞ്ഞിട്ട് അബ്സോർവ് ചെയ്തു. ഇവിടുന്ന് അറബികൾ അങ്ങോട്ട് പോയി എവരെടുത്തില്ല. ഇതാണ് ഒരു നക്ഷൽ എന്റെ കാര്യം. കണ്ടില്ലേ? അപ്പോൾ എന്ത് വലിയൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ആയിരങ്ങളും പതിനായിരങ്ങളുമായിട്ട് ഒരുപാട് ജൂതന്മാരുണ്ട്. ഇപ്പം അവിടെ 0 അല്ലെങ്കിൽ 1000 ഈ 2000 ഒക്കെയാണ് അവിടെയുള്ള ജൂതന്മാരുടെ കണക്ക് എന്നാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ എന്താ വിചാരിക്കുക? 10,000 ജൂതന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഇവരെല്ലാവരും അടിച്ചോടിച്ചു, അല്ലെങ്കിൽ ഇവരെല്ലാവരും വംശഹത്യ നടത്തി. അങ്ങനെ ഒരു എത്നിക് ക്ലെൻസിങ് മുസ്ലിം രാജ്യങ്ങൾ ചെയ്തു എന്നാണ്. എങ്കിൽ പരിശോധിച്ച് നോക്കുക, നമ്മുടെ രാജ്യമായി ഇന്ത്യയുടെ അവസ്ഥയോ? ഇന്ത്യയിൽ പോട്ടെ, നമുക്ക് രാജ്യം വേണ്ട, കേരളത്തിൽ കൊച്ചിയിൽ ഏകദേശം 2500ഓളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കണക്ക്. 2500ഓളം ജൂതന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു പ്രഭാഷണം നടത്തുക, കേരളത്തിൽ എത്നിക് ക്ലൻസിങ് അല്ലേ? 2500 ജൂതന്മാരെ എന്ത് ചെയ്തു? ആട്ടി ഓടിച്ചു. ആണോ? അല്ല. ഒരു ജൂതരാഷ്ട്രം ഉണ്ടായപ്പോൾ, ഒരു മതരാജ്യം ഉണ്ടായപ്പോൾ, ആ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവിടേക്ക് പോയി. അത് ശരിയോ തെറ്റോ, സ്വന്തം രാജ്യത്തെ വിട്ടെറിഞ്ഞുകൊണ്ട് അവർ ഒരു മതരാഷ്ട്രത്തിലേക്ക് പോയി. അത് വിമർശിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അത് വേറെ പോട്ടെ, അത് ആ ഒരു ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ അവർ ഇന്ത്യയെ വിട്ടുകൊണ്ട്, ഇന്ത്യയേക്കാൾ അവർക്ക് ഇസ്രായേലിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന, കൊച്ചിയിലുണ്ടായിരുന്ന, മട്ടാഞ്ചേരി ഉണ്ടായിരുന്ന ജൂതന്മാർ അവർ മൊത്തത്തിൽ ഇസ്രായേലിലേക്ക് പോയി. പോട്ടെ, പിന്നെ അതേപോലെ തന്നെയാണ് മുംബൈയിൽ ഉണ്ടായിട്ടുള്ള ബനി ഇസ്രായേൽ കമ്മ്യൂണിറ്റി. മുംബൈയിൽ അവർ ഏകദേശം 20,000-നും 30,000-നും ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബഗ്ദാദി ജൂയിഷ് കമ്മ്യൂണിറ്റി മുംബൈയിലും കൊൽക്കത്തയിലും എല്ലാം ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുംബൈയിലും കൊൽക്കത്തയിലും, പ്രത്യേകിച്ച് കൊച്ചിയിലും മുംബൈയിലും കൊൽക്കത്തയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ജൂതന്മാർ, 10,000-കണക്കിന് ജൂതന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ആളുകൾ എവിടെ പോയി? അവർ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയെ വിട്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് അവർ പോയി. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. ഒരു ജൂതരാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടായപ്പോൾ അവർക്ക് ആ രാജ്യത്തോട് താല്പര്യം ഉണ്ടായപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഇത് പിന്നെ അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ജൂതന്മാരെ മൊത്തത്തിൽ ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നെല്ലാം ആട്ടിപ്പായിക്കുന്നു, അവരെല്ലാവരും എത്നിക് ക്ലെൻസിങ് നടത്തുന്നു, അവരെല്ലാവരും കൂട്ടക്കൊല നടത്തുന്നു എന്ന രൂപത്തിലാണ്. നമ്പർ നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ മനസ്സിലാവുക. ആദ്യം 10,000 ഉണ്ടായിരുന്നു, ഇപ്പം 2,000 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മറ്റേ ആൾക്കാരൊക്കെ കൊന്നു അല്ലെങ്കിൽ ആട്ടിപ്പോയിച്ചു. എന്തുമാത്രം വലിയ ഇത്രയും സത്യസന്ധത ഇല്ലാതെ, ഇത്രയും വിഷയത്തോട് ഒരു ആത്മാർത്ഥത ഇല്ലാതെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, നിങ്ങൾ സയനിസ്റ്റ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിച്ചോളൂ, പക്ഷേ കുറച്ചെങ്കിലും ഒരു സത്യസന്ധത വേണം. കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സത്യസന്ധത എന്ന് പറയുന്ന ഒരു മിനിമം കാര്യം നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ രാജ്യങ്ങളിലൊക്കെ ഉള്ള കണക്ക് വെച്ചുകൊണ്ട് ആദ്യം ഇത്ര ഉണ്ടായിരുന്നു, പിന്നെ ഇത്ര ഉണ്ടായിരുന്നു, അതുകൊണ്ട് എത്നിക് ക്ലൻസിങ് നടത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും നടത്തി എന്ന് പറയേണ്ടി വരും അല്ലേ? നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? ആളുകൾക്ക് താല്പര്യമുള്ളപ്പോൾ അവർ ഇസ്രായേലിലേക്ക് പോയി എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാണ് രവിചന്ദ്രന്റെ മതരാഷ്ട്ര ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത്. ഒരു മതരഹിതന്റെ മതരാഷ്ട്ര ന്യായീകരണങ്ങൾ, ഇതാണ് അവസ്ഥ. ഒന്ന്, ഒരു ഭാഗത്ത് പ്രൊപ്പഗണ്ടകൾ, അത് ഒരു ഫാക്ട് ചെക്കിങ് നടത്താതെ അത് നേരെ അങ്ങോട്ട് പറയുക, അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ പറഞ്ഞതുപോലെ ഒരു സൈഡ് പിടിച്ചുകൊണ്ട് എല്ലാ ഫാക്റ്റുകളെയും നിരാകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് 1200 ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, മറുഭാഗത്ത് 40,000 കൊല ചെയ്യപ്പെടുന്നു. 40,000 കൊല ചെയ്യപ്പെടുന്നത് കൊളാട്രൽ ഡാമേജ് ആണ്, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. 1200 കൊല ചെയ്യപ്പെട്ടത് ജനോസൈഡാണ്. ഈ ഇരട്ടത്താപ്പ്, അതാണ് യഥാർത്ഥത്തിൽ നാസ്തികരുടെ തന്നെ, അല്ലെങ്കിൽ നവനാസ്തികരുടെ തന്നെ മുഖമുദ്ര എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മതരാഷ്ട്രത്തിനു വേണ്ടി ന്യായീകരിക്കുന്ന മതരഹിതരായ ആളുകളോട്, നിരീശ്വരവാദികളായ ആളുകളോട് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്, ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയണമെന്നാണ്. 4 സൊല്യൂഷൻസ് പറഞ്ഞു. ഒന്ന്, ഒരു സെക്കുലർ സ്റ്റേറ്റ്. രണ്ടാമത്തത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ. മൂന്നാമത്തത് അപ്പാർത്തൈഡ് സ്റ്റേറ്റ്. നാലാമത്തത് എത്നിക് ക്ലെൻസിങ്. ഇതിൽ ഏതിനാണ് നിങ്ങൾ നിലകൊള്ളുന്നത്? ഇതിനേതിനു വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എന്നുള്ളത് നിങ്ങൾ പറയണം. അത് നിങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയണം. ഈ പറഞ്ഞ ഓവർ ടൈം പണിയെടുക്കുന്നതിനിടയിൽ 5 മിനിറ്റെങ്കിലും എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ രൂപത്തിൽ എല്ലാ മാനവിക മൂല്യങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് ഒരു വംശഹത്യ നടക്കുമ്പോൾ പോലും, അവിടെ രക്തം ചിതറുമ്പോൾ പോലും, ശരീരം മുഴുവൻ ചിതറിക്കൊണ്ട് സ്വന്തം കുട്ടികളുടെ ചിതറിയ ശരീരങ്ങൾ പെറുക്കിയെടുക്കുമ്പോൾ പോലും അതിനെപ്പോലും ന്യായീകരിക്കാനുള്ള ആ ഒരു മനസ്സ്, അതിലൂടെ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മതം വിട്ടതുകൊണ്ട് ഒരാളും മനുഷ്യനാകില്ല എന്നുള്ളത്. ഈവൻ മതം വിട്ടാൽ ഒരു പക്ഷേ ഒരാൾ മനുഷ്യത്വത്തിൽ നിന്നും പിറകോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു ഇൻഡിക്കേറ്ററാണ് നിങ്ങളുടെ ഈ വംശഹത്യാ ന്യായീകരണങ്ങൾ, നിങ്ങളുടെ ഈ ഭീകരതാ ന്യായീകരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ബോധ്യപ്പെടുന്നത്. അത് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ, പ്രതികരണം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.